അപ്പൊ എല്ലാവർക്കും എഡ്യൂസോണിന്റെ ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളപ്പോ ഏത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തോണ്ടായത്? ജെനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവന്റെ ചരിത്രമാണ് അല്ലേ. അപ്പൊ നമ്മൾ അതില് പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് പാർട്ട് 2 ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. പാർട്ട് 1 വീഡിയോ കാണാത്തവരെ അത് കണ്ടിട്ട് വേണം പാർട്ട് 2 കാണാൻ വേണ്ടിയിട്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹ്യൂമൻ ക്രോമസോം, ജീൻ, RNA, പ്രോട്ടീൻ സിന്തസിസ്, ടൈപ്സ് ഓഫ് RNA. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ക്രോമസോം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഹ്യൂമൻ ക്രോമസോം, മനുഷ്യ ശരീരത്തിൽ എത്ര ക്രോമസോമുകൾ ഉണ്ട്, അവ ഏതെല്ലാം, പിന്നെ ജീൻ എന്താണ്, RNA എന്താണ്, പ്രോട്ടീൻ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്, പ്രോട്ടീൻ സിന്തസിസ് ആണ് നമ്മൾ ഇതിനെ നോക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് RNA ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, പിന്നെ അതിന്റെ പ്രത്യേകതകൾ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എക്സാമിന് വരുന്ന ടോപ്പിക്സ് ആണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമൻ ക്രോമസോമിനെ പറ്റിയാണ്. അപ്പോ മനുഷ്യ ശരീരത്തിൽ എത്ര ക്രോമസോമുകൾ ഉണ്ട്? 46 ക്രോമസോമുകൾ, 46 ക്രോമസോമുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. അത് നമ്മള് 23 പെയർസ് ആയിട്ടാണ് പൊതുവെ പറയാറ്. ഈ 46 ക്രോമസോമുകള് 23 ജോഡികളായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ 23 പെയർ ക്രോമസോമുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? സൊമാറ്റിക് ക്രോമസോമുകളും somatic chromosomes and sex chromosomes. സ്വരൂപ ക്രോമസോമുകളും ലിംഗനിർണയ ക്രോമസോമുകളും. ഇതില് സ്വരൂപ ക്രോമസോമുകള് 22 പേരായിരിക്കും. 22 പേര് സ്വരൂപ ക്രോമസോമുകളും ബാക്കിയുള്ള ഒരു പേര് ലിംഗനിർണയ ക്രോമസോമുകളായിരിക്കും. ടോട്ടല് 23 പേഴ്സ് ആണുള്ളത്. അതില് 22 പേഴ്സ് സ്വരൂപ ക്രോമസോമുകൾ അഥവാ സൊമാറ്റിക് ക്രോമസോമുകളായിരിക്കും. ബാക്കി ഒരു പേര് ലിംഗനിർണയ ക്രോമസോമുകൾ അഥവാ സെക്സ് ക്രോമസോമുകളായിരിക്കും. അപ്പോ ഈ സ്വരൂപ ക്രോമസോമുകളില് ഒരേപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നതാണ് സ്വരൂപ ക്രോമസോമുകൾ എന്ന് പറയുന്നത്. ഒരേപോലെയുള്ള 2 ക്രോമസോമുകളെ നമ്മൾ എന്ത് പറയും? സമരൂപ ക്രോമസോമുകൾ അഥവാ ഹോമോലോഗസ് ക്രോമസോമുകൾ എന്ന് പറയും. സമരൂപ ക്രോമസോമുകൾ. ഈ സ്വരൂപ ക്രോമസോമുകൾ എന്ന് പറയുന്നത് ഒരേപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നതാണ്. ആ ഒരേപോലെയുള്ള 2 ക്രോമസോമുകളെ നമ്മൾ സമരൂപ ക്രോമസോമുകൾ അഥവാ ഹോമോലോഗസ് ക്രോമസോമുകൾ എന്ന് പറയും. ആ 2 ക്രോമസോമുകളില് ഒരു ക്രോമസോം അമ്മയിൽ നിന്നും മറ്റേ ക്രോമസോം അച്ഛനിൽ നിന്നുമായിരിക്കും ലഭിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്വരൂപ ക്രോമസോമുകളിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ലിംഗനിർണയ ക്രോമസോം. ലിംഗനിർണയ ക്രോമസോമുകൾ എത്ര പേരാണ്? ഒരു പേര്. അപ്പൊ അവിടെ 2 ആൾക്കാരുണ്ടാവില്ലേ? ആ 2 ആൾക്കാര് ഫീമെയിൽ ആണെങ്കില് XX ആയിരിക്കും, മെയിൽ ആണെങ്കില് XY ആയിരിക്കും. XX വന്നാല് അത് ഫീമെയിൽ ആയിരിക്കും, XY ക്രോമസോമുകൾ ആണെങ്കില് അത് മെയിൽ ആയിരിക്കും. അപ്പോ ഈ X ക്രോമസോം എന്ന് പറയുന്നത് X ക്രോമസോം Y ക്രോമസോമിനേക്കാളും വലുതായിരിക്കും. അപ്പൊ Y ക്രോമസോം എന്താണ്? ചെറുതായിരിക്കില്ലേ? Xനെക്കാളും ചെറുതായിരിക്കും Y ക്രോമസോം എന്ന് പറയുന്നത്. Y ക്രോമസോമിന്റെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. Y ക്രോമസോം മെയിലാണ് കാണപ്പെടുന്നത്. ഈ Y ക്രോമസോമില് SRY ജീൻ എന്ന് പറയുന്ന ഒരു ജീനുണ്ട്. SRY ജീനാണ് ഭ്രൂണത്തിലെ വൃഷണത്തിന്റെ വികാസത്തെ സഹായിക്കുന്ന ആളാണ് SRY ജീൻ. ഭ്രൂണത്തിന്റെ ടെസ്റ്റിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന ആളാണ് SRY ജീൻ. SRY ജീൻ എവിടെയാ കാണപ്പെടുന്നത്? Y ക്രോമസോമിൽ. മെയിലിന്റെ Y ക്രോമസോമിലാണ് SRY ജീൻ കാണപ്പെടുന്നത്. അപ്പൊ നാം എന്തെങ്കിലും പഠിച്ചു? ഹ്യൂമൻ ക്രോമസോം 46 ആണ്, 23 പെയർസ് ആണ്. അപ്പോ ഹ്യൂമൻ ക്രോമസോം നമ്മള് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സൊമാറ്റിക് ക്രോമസോം ആൻഡ് സെക്സ് ക്രോമസോം. 22 പെയർസ് സൊമാറ്റിക് ക്രോമസോമും 1 പെയർ സെക്സ് ക്രോമസോമും ആണ്. അതില് സൊമാറ്റിക് ക്രോമസോമിലെ സമരൂപ ക്രോമസോമുകളെ കുറിച്ച് എഴുതണം അഥവാ ഹോമോലോഗസ് ക്രോമസോമുകൾ. സെക്സ് ക്രോമസോമിലെ ഫീമെയിൽ ആണെങ്കിൽ XX ആയിരിക്കും, മെയിൽ ആണെങ്കിൽ XY ആയിരിക്കും.
എങ്ങനെയാണ് മെയിലും ഫീമെയിലും ഡിനോട്ട് ചെയ്യുന്നതാണ് നോക്കുന്നത്. ക്രോമസോമിനെ എങ്ങനെയാണ് നമ്മൾ ഫീമെയിലും മെയിലും ഡിനോട്ട് ചെയ്യുന്നത്. ഫീമെയിൽ ആണെങ്കിൽ 44 എന്നാണ് സ്വരൂപ ക്രോമസോമുകളാണ്. അത് നമ്മൾ എഴുതാം 44 22 പെയർസ് അതൊക്കെയാണ് 44 ആണ്. 44 പ്ലസ് ഫീമെയിൽ ആകുമ്പോൾ എന്തായിരിക്കും XX ആയിരിക്കും. ഇങ്ങനെയാണ് ഫീമെയിലിന്റെ ക്രോമസോമുകൾ നമ്മൾ എഴുതുന്നത്. മെയിൽ ആണെങ്കിൽ 44 എന്നാണ് സ്വരൂപ ക്രോമസോമുകൾ. അത് ഫീമെയിലും മെയിലും ഈക്വൽ ആണ്. ദെൻ സെക്സ് ക്രോമസോമുകൾ ഏതായിരിക്കും എക്സും വൈ ആയിരിക്കും. മെയിൽ ആയതുകൊണ്ട് എക്സും വൈയും. അപ്പോൾ 44 പ്ലസ് XY. ഫീമെയിൽ ആകുമ്പോൾ 44 പ്ലസ് XX. നോർമൽ ആയിട്ടുള്ള ക്രോമസോം നമ്പർ എത്രയാണ് മക്കളെ? ഫീമെയിലിൽ 44 പ്ലസ് XX മെയിലിൽ 44 പ്ലസ് XYയും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകൾ, അതായത് ഈ XX ക്രോമസോമിൽ X ക്രോമസോം ആബ്സെൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ക്രോമസോം വന്നാൽ ജനിതക രോഗങ്ങൾക്ക് കാരണമാകാം, ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ജനറ്റിക് ഡിസോർഡേഴ്സ് ഏതെല്ലാം എന്നാണ്. നമുക്ക് മെയിനായിട്ട് ടെക്സ്റ്റിൽ 4 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. ടേണർ സിൻഡ്രം, ട്രിപ്ലെക്സ് സിൻഡ്രം, ക്ലൈൻഫിൽട്ടർ സിൻഡ്രം ആൻഡ് XYY സിൻഡ്രം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. 44 നമ്മുടെ സ്വരൂപ ക്രോമസോമുകൾ. ദെൻ പ്ലസ് XO എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇവിടെ ആരാ വരേണ്ടത്? സെക്സ് ക്രോമസോമുകളാണ് വരേണ്ടത്. നോർമൽ ആണെങ്കിൽ XX അല്ലെങ്കിൽ XY. അപ്പോൾ ഈ ടേണർ സിൻഡ്രം പിടിപെടുന്നത് ഫീമെയിൽസിനാണ്. അത് അഫക്റ്റ് ചെയ്യുന്നത് ഫീമെയിൽസിനാണ്. ഫീമെയിൽസിൻ്റെ ഒരു X ക്രോമസോം ഇവിടെ ആബ്സെൻ്റ് ആയിരിക്കും, X ക്രോമസോം കുറവായിരിക്കും. അങ്ങനെ വരുന്ന ഡിസോർഡർ ആണ് എന്ത്? ടേണർ സിൻഡ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളിൽ കൗമാരപ്രായം എത്തുന്ന സമയത്ത് ആർത്തവം അഥവാ മെൻസ്ട്രേഷൻ എന്തായിരിക്കും? ഡിലേ ആയിരിക്കും. അവരുടെ ലൈംഗിക അവയവം പൂർണ്ണ വളർച്ച എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇവിടെ 2 X വരേണ്ട ക്രോമസോമുകൾ ഉണ്ടാവേണ്ട സമയത്ത് ഇവിടെ ഒന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഒന്ന് ആബ്സെൻ്റ് ആണ്. നെക്സ്റ്റ് 44 പ്ലസ് XXX അതായത് XXX സിൻഡ്രം. ഈ XXX സിൻഡ്രം ഇതും ഫീമെയിൽസിനെയാണ് ബാധിക്കുന്നത്. ഫീമെയിൽസിൻ്റെ നോർമലി XX ക്രോമസോം ഉണ്ടാവേണ്ട സ്ഥലത്ത് ഒരു X ക്രോമസോം എക്സ്ട്രാ ഉണ്ടാവും, അതായത് XXX ഉണ്ടാവാം. അപ്പോൾ ഈ സിൻഡ്രത്തിന് നമ്മൾ XXX സിൻഡ്രം എന്ന് പറയും. അപ്പോൾ നമ്മൾ നോക്കിയ ടേണർ സിൻഡ്രോം XXX സിൻഡ്രോം ആരെയാണ് ബാധിക്കുന്നത്? ഫീമെയിൽസിനെയാണ്. നെക്സ്റ്റ് 44 പ്ലസ് XXY അതായത് മെയിൽസിനെ ബാധിക്കുന്ന ജനറ്റിക് ഡിസോർഡറാണിത്. ഇതിനെ നമ്മൾ ക്ലൈൻഫിൽട്ടർ സിൻഡ്രം എന്ന് പറയും. ഇതിൽ ഒരു X ക്രോമസോം എക്സ്ട്രീ ഉണ്ടല്ലേ? മെയിലിൽ എത്രയാണ് ഉണ്ടാവേണ്ടത്? Xും Y ഉണ്ടാവേണ്ടത്. പക്ഷെ ഇവിടെ ഒരു എക്സ്ട്രാ X ക്രോമസോമുകൾ ഉണ്ടാവാം. ഇങ്ങനെയുള്ള മെയിൽസിൽ സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് XYY സിൻഡ്രം. ഇതിൽ ഒരു Y ക്രോമസോം എക്സ്ട്രീ ആയിരിക്കും. സാധാരണ XY ഉണ്ടാവേണ്ട സ്ഥാനത്ത് XYY ക്രോമസോം ആയിരിക്കും ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കിയ ക്ലൈൻഫിൽട്ടർ സിൻഡ്രവും XYY സിൻഡ്രം ആരെയാണ് ബാധിക്കുന്നത്? മെയിലിനാണ്, പുരുഷന്മാരെയാണ്. ടേണർ സിൻഡ്രവും XXX സിൻഡ്രവും സ്ത്രീകളെയാണ് ബാധിക്കുന്നത്, ഫീമെയിൽസിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഈ 4 ജനിതക രോഗങ്ങൾ, ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ജീനും RNAയും. അപ്പോൾ ജീൻ എന്ന് വെച്ചാൽ എന്താണ്? ജീൻ എന്ന് പറഞ്ഞാൽ DNA നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയല്? ജീൻ എന്ന് പറയല്. അതായത് ഇതൊരു DNA ആണെങ്കിൽ ഈ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ എണ്ണമാണ് ജീൻ. അപ്പോൾ ജീനുകളാണ് നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? പക്ഷേ ജീനുകൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നില്ല. പകരം ജീനിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നു. ഈ പ്രോട്ടീനുകളാണ് നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നതും മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ആരാണ്? പ്രോട്ടീനുകളാണ്. അപ്പോൾ ഈ പ്രോട്ടീൻ സിന്തസിസ് പറയുന്നതിന് മുന്നേ നമുക്ക് ഒരാളെയും കൂടി പഠിക്കാനുണ്ട്. അയാളാണ് RNAകൾ. നമ്മൾ DNA കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലേ? അപ്പോൾ നെക്സ്റ്റ് RNAനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. RNAക്ക് പ്രോട്ടീൻ സിന്തസിസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. RNAൻ്റെ ഫുൾ ഫോം റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA ഫുൾ ഫോം എന്താണ്? ഒന്ന് ഓർത്ത് നോക്കിയേ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണല്ലേ? അപ്പോൾ RNAൻ്റെ ഫുൾ ഫോം എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ്. നെക്സ്റ്റ് RNAക്ക് ഒരു ഇഴ മാത്രമേ ഉള്ളൂ. DNAക്ക് 2 ഇഴകളുള്ള ആളാണ് ആര്? DNA. RNAക്കാണെങ്കിൽ ഒരു ഇഴ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് RNAയിൽ കാണപ്പെടുന്ന ഷുഗർ മോളിക്യൂൾ, പഞ്ചസാര തന്മാത്ര ഏതാണ്? റൈബോസ് പഞ്ചസാരയാണ്. DNA ആരാണ്? ഡിയോക്സി റൈബോസ് പഞ്ചസാരയാണ്. RNAയിൽ റൈബോസ് പഞ്ചസാരയാണ്. നെക്സ്റ്റ് RNAയിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസുകൾ ഏതെല്ലാണ്? ഫസ്റ്റ് നമുക്ക് DNA നോക്കാം.
DNA-ൻ്റെ നൈട്രജൻ ബേസുകൾ അഡനിനും തൈമിനും ഗ്വാനിനും സൈറ്റോസിനും. RNA-ൻ്റെ കാര്യത്തിൽ അഡനിനാണ്, പക്ഷേ അഡനിനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്ന ആൾ തൈമിനല്ല, പകരം ഇവിടെ ആരാണ് വന്നത്? യുറാസിൽ. അഡനിന് പകരം RNA-യിലെ ബോണ്ട് ഉണ്ടാക്കുന്നത്, അഡനിനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നത് യുറാസിലാണ്. ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടാണ് ബോണ്ട് ഉണ്ടാക്കുന്നത്. അഡനിനും യുറാസിനും തമ്മിൽ ഡബിൾ ബോണ്ടാണ്, ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ ട്രിപ്പിൾ ബോണ്ടാണ്. ഈ ബോണ്ട് എന്താ മക്കളെ? ഹൈഡ്രജൻ ബോണ്ടാണ് അല്ലേ? നമ്മൾ DNA-യിൽ പഠിച്ചില്ലേ? അതേപോലെ RNA-യിലും ഹൈഡ്രജൻ ബോണ്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ തൈമിന് പകരം ഇവിടെയുള്ള നൈട്രജൻ ബേസ് ഏതാണ്? യുറാസിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് RNA-നെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ജീനും RNA-യും സെറ്റായില്ലേ? ഇപ്പോൾ നമ്മളിത് നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ദ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീനുകളുടെ നിർമ്മാണം. എങ്ങനെയാണ് ജീന് പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നത്? ജീൻ എവിടെയുള്ളത്? DNA-ൻ്റെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജീനുകൾ ചില എൻസൈമുകളുടെ സഹായത്താൽ DNA-നെ mRNA ആക്കി മാറ്റും. അപ്പോൾ DNA എവിടെയുള്ളത് മക്കളെ? DNA ഉള്ളത് ന്യൂക്ലിയസിൻ്റെ അകത്താണ് അല്ലേ? അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ് 2 ടൈപ്പ് ഉണ്ട്, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. ആദ്യം DNA mRNA ആവണം. ഈ mRNA ആണ് പ്രോട്ടീനായിട്ട് മാറുന്നത്. DNA mRNA ആവുന്ന പ്രവർത്തനത്തെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. mRNA പ്രോട്ടീൻ ആവുന്നതിന് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയും. ഇത് പരസ്പരം ചേഞ്ച് ആവാൻ വേണ്ടി പാടില്ല. DNA mRNA ആവുന്ന പ്രവർത്തനമാണ് ട്രാൻസ്ക്രിപ്ഷൻ, mRNA പ്രോട്ടീൻ ആവുന്നതാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എവിടെയായിരിക്കും നടക്കൽ? ഫസ്റ്റ് തുടങ്ങുന്നത് DNA-യിലാണ് അല്ലേ? DNA എവിടെയുള്ളത്? ന്യൂക്ലിയസിൻ്റെ അകത്ത്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിൻ്റെ അകത്ത് വെച്ചിട്ടാണ്. ന്യൂക്ലിയസിൻ്റെ അകത്ത് ആരുണ്ട്? DNA ഉണ്ട്. DNA-യിലെ ജീനുകൾ ചില എൻസൈമുകളുടെ സഹായത്താൽ mRNA-യെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, mRNA-നെ ഉണ്ടാക്കുന്നു. mRNA-ൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ RNA. മെസ്സഞ്ചർ, അത് മെസ്സേജസ് ക്യാരി ചെയ്യുന്നുണ്ട്. mRNA ചില സന്ദേശങ്ങൾ, ഈ പ്രോട്ടീൻ നിർമ്മാണത്തിന് വേണ്ട സന്ദേശങ്ങൾ ക്യാരി ചെയ്യുന്നത് ആരാണ്? ഈ mRNA-കളാണ്. അപ്പോൾ ഈ ന്യൂക്ലിയസിലുള്ള DNA എൻസൈമുകളുടെ സഹായത്താൽ mRNA-കളാകുന്നു. ഇതാണ് ട്രാൻസ്ക്രിപ്ഷൻ്റെ പ്രോസസ്സ്. നെക്സ്റ്റ് ട്രാൻസ്ലേഷൻ നടക്കുന്നത് റൈബോസോമിൽ വെച്ചിട്ടാണ്. അതെങ്ങനെയായിരിക്കും? ഇവിടെ mRNA ഉണ്ടായി, ഈ mRNA നിർദ്ദേശങ്ങൾ കൈമാറൂലേ? അതിൽ മെസ്സേജസ് ഉണ്ട്. ഈ മെസ്സേജസ് tRNA-ക്ക് അയക്കും. ആർക്കാണ്? tRNA-ക്ക് അയക്കും. tRNA എന്ത് ചെയ്യും? സെല്ലിനകത്തുള്ള അമിനോ ആസിഡുകളെല്ലാം റൈബോസോമിലേക്ക് എത്തിക്കും. ഇവിടെയാണ് നമ്മുടെ ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. tRNA അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നു. ഇപ്പോൾ റൈബോസോമിൽ കുറേ അമിനോ ആസിഡുകൾ ഉണ്ട് അല്ലേ? ഈ അമിനോ ആസിഡുകളെ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകൾ ഉണ്ടാക്കണം. അതിന് സഹായിക്കുന്നതാണ് rRNA-കൾ, റൈബോസോമൽ RNA. അതിന് മുന്നേ tRNA-ൻ്റെ ഫുൾ ഫോം ട്രാൻസ്ഫർ RNA എന്നാണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? അമിനോ ആസിഡുകളെ ട്രാൻസ്ഫർ ചെയ്തിട്ട് റൈബോസോമിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് rRNA-യിലെ റൈബോസോമൽ RNA, റൈബോസോമിലുള്ള RNA-നെ നമ്മൾ റൈബോസോമൽ RNA എന്ന് പറയും. ഈ rRNA-കൾ tRNA കൊണ്ടുവന്ന അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർക്കുന്നു, പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെയാണ് പ്രോട്ടീൻ നിർമ്മിക്കുന്നത്. പ്രോട്ടീൻ സിന്തസിസിൻ്റെ പ്രക്രിയയാണ് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിൻ്റെ അകത്ത് വെച്ചിട്ടാണ്. ഇവിടെ mRNA-കൾ രൂപപ്പെടുന്നു. നെക്സ്റ്റ് ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത് റൈബോസോമിൻ്റെ അകത്ത് വെച്ചിട്ടാണ്. ഇവിടെ വെച്ചിട്ട് tRNA-കൾ അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നു. rRNA-കൾ റൈബോസോമിലേക്ക് കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നു. ഇവിടെ പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ നിർമ്മാണം എന്ന പ്രക്രിയ പൂർണ്ണമാകുന്നു. അടുത്ത ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് RNA. RNA എത്ര തരമുണ്ട്, പിന്നെ അതിൻ്റെ ഫങ്ഷൻസും. RNA പ്രധാനമായിട്ടും 3 ടൈപ്സ് ആണുള്ളത്: mRNA, tRNA, rRNA. ഫസ്റ്റ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. mRNA-ൻ്റെ ഫുൾ ഫോം എന്താണ്? മെസ്സഞ്ചർ RNA. ഇറ്റ് ക്യാരീസ് മെസ്സേജസ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്ന ആളാണ് ആര്? mRNA-കൾ. mRNA-ൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലീനിയർ സ്ട്രക്ചർ ആയിരിക്കും mRNA-ക്ക് ഉണ്ടാവില്ല. നെക്സ്റ്റ് tRNA, ട്രാൻസ്ഫർ RNA. ട്രാൻസ്ഫർ RNA എന്ത് ചെയ്യും? അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നു. സെല്ലിൻ്റെ വിവിധ പാർട്സിലുള്ള അമിനോ ആസിഡുകളെ എല്ലാം റൈബോസോമിലേക്ക് എത്തിക്കുന്ന ആളാണ് ട്രാൻസ്ഫർ RNA.
ട്രാൻസ്ഫർ ആർ എൻ എന്റെ സ്ട്രക്ചർ ക്ലോവർ ലീഫ് സ്ട്രക്ചർ ആയിരിക്കും ടി ആർ എൻ എക്ക് ഉണ്ടാവല്. അടുത്ത ആളാണ് ആർ ആർ എൻ എ. ആർ ആർ എൻ എ എന്ന് പറഞ്ഞാൽ റൈബോസോമൽ ആർ എൻ എ. റൈബോസോമിന്റെ അകത്ത് കാണപ്പെടുന്ന ആർ എൻ എ ആണ് റൈബോസോമൽ ആർ എൻ എ. ഈ റൈബോസോമൽ ആർ എൻ എ ടി ആർ എൻ എ കൊണ്ടുവന്ന അമിനോ ആസിഡുകളെല്ലാം കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നു. പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന ആളാണ് ആർ ആർ എൻ എകൾ. ഈ ആർ ആർ എൻ എ കോംപ്ലക്സ് സ്ട്രക്ചർ ആയിരിക്കും ആർ ആർ എൻ എക്ക് ഉണ്ടാവല്. റൈബോസോമിന്റെ അകത്തല്ലേ ഉള്ളത്, അപ്പോൾ അതിന് കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. നമ്മൾ എന്തെല്ലാം പഠിച്ചു? എം ആർ എൻ എ, ടി ആർ എൻ എ, ആർ ആർ എൻ എ. എം ആർ എൻ എ എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ ആർ എൻ എ, ടി ആർ എൻ എ ട്രാൻസ്ഫർ ആർ എൻ എ, ആർ ആർ എൻ എ റൈബോസോമൽ ആർ എൻ എ. അപ്പോൾ ഇന്ന് എന്തെല്ലാം നോക്കി മക്കളെ? ഹ്യൂമൻ ക്രോമസോം, എത്ര ടൈപ്സ് ക്രോമസോമുകളാണ് ഒരു മനുഷ്യ ശരീരത്തിലുള്ളത് നോക്കി. ജീനും ആർ എൻ എയും തമ്മിലുള്ള പ്രത്യേകതകൾ നോക്കി. ആർ എൻ എയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മൾ പഠിച്ചു. പ്രോട്ടീൻ സിന്തസിസ് എന്താണെന്ന് നോക്കി. ടൈപ്സ് ഓഫ് ആർ എൻ എ നമ്മൾ നോക്കിയില്ലേ? അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം എല്ലാവരും തറവായിട്ട് പഠിച്ചിട്ട് വെക്കുക. നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നത് വരെ ബൈ.